ജനിക്കുന്നില്ല, മരിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അദ്വൈതിയായി ഇദ്ദേഹം പറയേണ്ടത്. അതേസമയം ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും വെച്ചുകൊണ്ടാണ് ജ്യോതിഷം മുന്നോട്ട് പോകുന്നത്. എപ്പോഴാണ് ജനിക്കുന്നത്? ഒരു കുട്ടി ജനിക്കുന്നതിനെക്കുറിച്ച് ജ്യോതിഷികൾ പല പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒന്ന്, ആ കുട്ടി ആദ്യമായി അതിൻ്റെ തല കാണുന്ന സമയം, പുറത്തു വരുന്ന സമയം, കരയുന്ന സമയം, ഈ പുക്കിൾക്കൊടി മുറിക്കുന്ന സമയം, മൊത്തമായി കുട്ടി പുറത്തു വരുന്ന സമയം, ഇതെല്ലാം വെച്ചുകൊണ്ട് പല പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് അന്നേരമാണോ യഥാർത്ഥത്തിൽ കുട്ടി ജനിക്കുന്നത്? ഇപ്പം നമ്മളെ സംബന്ധിച്ച്, ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം ജനനമുണ്ട്. കാരണം നമ്മൾ ജനനം എന്ന് ഉദ്ദേശിക്കുന്നത് ഫെർട്ടിലൈസേഷനാണ്. പണ്ടത്തെ ജ്യോതിഷികൾ യഥാർത്ഥത്തിൽ ഈ കുട്ടി പുറത്ത് വരുത്തുന്നതോ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നതോ അല്ല അവരെടുത്തിരുന്നത്. അവർ സംയോഗ സമയമാണ് എടുത്തിരുന്നത്. വരാഹമീറിനൊക്കെ സംയോഗ സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ സംയോഗ സമയം എന്ന് പറയുന്നത് ഒരു ജ്യോതിഷിക്കും എടുക്കാൻ കഴിയുന്ന സാധനം അല്ല യഥാർത്ഥത്തിൽ. ഫെർട്ടിലൈസേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോബഡി കൻ ടെൽ. കാരണം പണ്ടത്തെ ജ്യോതിഷികൾ ഇതേ കണക്കുള്ള പറയാറുണ്ട്, കഥ പറയാറുണ്ട്. അവർ രാജാവിനെയും രാജ്ഞിയെയും നല്ല സമയങ്ങൾ നോക്കിയിട്ട് ശുഭമുഹൂർത്തത്തിൽ കിടപ്പറയിലേക്ക് പറഞ്ഞു വിടും. ഇപ്പോൾ പോവും, ഇപ്പോഴാണെങ്കിൽ നല്ല കുട്ടി ജനിക്കും എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അതും തെറ്റാണ്. കാരണം നമുക്കറിയാം, ബീജത്തിനൊരു 24 hours നോർമലി അത് ജീവിച്ചേക്കും. 24 hours ഉണ്ടാവില്ല. പക്ഷേ ഫൈലോപ്പിയൻ ട്യൂബിലും അതുപോലെ തന്നെ ഗർഭനാളി മുഖത്തുമൊക്കെ 3 മുതൽ 5 ദിവസം വരെ ജീവനോടെ ഇരിക്കാൻ ബീജത്തിന് കഴിയും. അതുപോലെ തന്നെ ഓവൻ 24 hours ആണ്. ആ ഓവം എപ്പോൾ വരുന്നത്? ഉദാഹരണമായിട്ട് നിങ്ങൾ സംയോഗം കഴിഞ്ഞ് 3-ാം ദിവസമാണ് ഓവുലേഷൻ ഉണ്ടാകുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ ബീജം മരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഓവുലേഷൻ വരുമ്പോൾ ഓവവും ബീജവും തമ്മിൽ ചേർന്ന് ഫെർട്ടിലൈസേഷൻ ഉണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞു വിട്ടത് വെള്ളിയാഴ്ചയാണെങ്കിൽ സംയോഗം നടക്കുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയിരിക്കും. അതായത് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് നല്ല ശുഭദിനമായിരിക്കും. ചിലപ്പോൾ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ലോകത്തെ ഏറ്റവും മോശം ദിനമായിരിക്കും. ആസ് പെർ ആസ്ട്രോളജി എല്ലാ ദിവസവും നല്ല ദിവസം തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല. പിന്നെ സമയം നോക്കണം. ഞാൻ സമയം നോക്കുന്ന ആളാണ്. സമയം നോക്കിയേ ഞാൻ എല്ലാം ചെയ്യാറുള്ളൂ. കാര്യം രാവിലെ ഞാൻ കാർ എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ നേരത്തെ ഇറങ്ങും. കാര്യം ട്രാഫിക് ബ്ലോക്ക് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഒരു മാച്ച് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മഴക്കാലത്ത് ഫിക്സ് ചെയ്യത്തില്ല. അവിടെ മുഴുവൻ ചളിയും ബഹളമൊക്കെ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും സമയം നോക്കി, സ്ഥലം നോക്കി. സമയം നോക്കണം, സ്ഥലം നോക്കണം. പക്ഷേ ആ സമയം നോട്ടം അല്ല ഇത് കേട്ടോ. ഇത് സമയം നോട്ടത്തിൻ്റെ ഒരു ലഹരിയിലേക്ക് പോവുകയാണ്. ആദ്യം മൊത്തത്തിൽ ആനുവലായിട്ടൊരു നോട്ടമുണ്ട്. ഈ വർഷം എനിക്ക് എങ്ങനെയായിരിക്കും, ഈ മാസം എനിക്ക് എങ്ങനെയായിരിക്കും, ഈ ആഴ്ച എങ്ങനെയായിരിക്കും, ഈ ദിവസം എങ്ങനെയായിരിക്കും, ഈ മണിക്കൂർ എങ്ങനെയായിരിക്കും, ഈ നിമിഷം എങ്ങനെയായിരിക്കും, ഞാൻ എങ്ങനെയായിരിക്കും. ഇതാണ് മൊത്തത്തിൽ ഒരു നിരന്തരമായ അന്വേഷണങ്ങളും ആശങ്കകളിലാണ് മനുഷ്യൻ ചെന്ന് വരുന്നത്. അപ്പോൾ ഇവിടെയും ജനനമില്ല. അതായത് ബീജവും അണ്ടവും തമ്മിൽ ചേരുന്നത് എപ്പോഴാണെന്ന് നമുക്ക് സംയോഗം പറയാൻ കഴിയാത്തതുകൊണ്ട് ജനനമില്ല. അപ്പോൾ അവിടെയും ജനനമില്ല.